ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി. ഇതാണ് ഈ കഥയുടെ ഹെഡിങ്. ആദ്യം രചയിതാവിനെ പരിചയപ്പെടാം. വില്യം ഷേക്സ്പിയർ 1564 to 1616 was an English poet, playwright and actor. 1564 മുതൽ 1616 വരെ ജീവിച്ച വില്യം ഷേക്സ്പിയർ ഒരു ഇംഗ്ലീഷ് കവിയും നാടകകൃത്തും നടനുമായിരുന്നു. Widely regarded as the greatest writer in the English language and as the world's preeminent dramatist. അദ്ദേഹം ലോകത്തെ പ്രശസ്തനായ നാടകകൃത്തായും ഇംഗ്ലീഷ് ഭാഷയിലെ മഹാനായ എഴുത്തുകാരനായും പരിഗണിക്കപ്പെടുന്നു. ഹീ ഈസ് ഓഫൻ കോൾഡ് ദ ബാർഡ് ഓഫ് ഏവൺ. അദ്ദേഹം മിക്കപ്പോഴും ബാർഡ് ഓഫ് ഏവൺ എന്ന് വിളിക്കപ്പെടുന്നു. ഹീസ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 37 plays, 154 sonnets, 2 narrative poems and a few other verses. അദ്ദേഹത്തിൻ്റെ കൃതികൾ 37 നാടകങ്ങളും 154 സൊണറ്റുകളും 2 നരേറ്റീവ് കവിതകളും കുറച്ച് മറ്റു കവിതകളും ഉൾക്കൊള്ളുന്നവയാണ്. ദ ഓതർഷിപ്പ് ഓഫ് സം ഓഫ് വിച്ച് ഈസ് അൺസർട്ടൺ. ചില കൃതികളുടെ രചയിതാവ് ആരാണ് എന്ന് ഉറപ്പില്ലാത്തതാണ്. ഹീസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എവരി മേജർ ലിവിങ് ലാംഗ്വേജ്. ഇപ്പോൾ നിലവിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ആർ പെർഫോംഡ് മോർ ഓഫൺ. മിക്കപ്പോഴും സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെടുന്നു ദാൻ ദോസ് ഓഫ് എനി അതർ പ്ലേറൈറ്റ്. മറ്റേതു നാടകകൃത്തിനേക്കാളും. റിട്ടൺ സംടൈം ബിറ്റ്വീൻ 1596 and 1598. 1596 98 ഇടയിൽ എഴുതപ്പെട്ട ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഏർലി ഷേക്സ്പിയറിയൻ കോമഡി. ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന കൃതി ഷേക്സ്പിയറുടെ തുടക്കകാലത്തുള്ള കോമഡി ആയിട്ട് ഇനം തിരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കഥയിലേക്ക് വരാം. Antonio was a young and honest merchant in the town of Venice. He was the kindest man ever lived. He always came to the help of the people in trouble. He was greatly loved by all his fellow citizens. Antonio had a bosom friend, Bassanio. He was a noble Venetian. He was not very rich. He had lived a luxurious life and squandered all the little money he had. Whenever he wanted money, Antonio helped him. It seemed they had but one heart and one purse between them. Antonio was a young and honest merchant in the town of Venice. വെനീസ് പട്ടണത്തിലെ വിശ്വസ്തനും യുവാവുമായ ഒരു വ്യാപാരിയായിരുന്നു ആൻ്റോണിയോ. ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ഇതുവരെ ജീവിച്ചവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ദയുള്ള ആളായിരുന്നു അദ്ദേഹം. ഹി ഓൾവേസ് കെയിം. അദ്ദേഹം എപ്പോഴും വന്നു. ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. പ്രയാസത്തിലുള്ള ആളുകളെ സഹായിക്കാൻ. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ്. അദ്ദേഹം വളരെ നന്നായി സ്നേഹിക്കപ്പെട്ടു. ബൈ ഓൾ ഹീസ് ഫെലോ സിറ്റിസൺസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപൗരന്മാരാലും. ആൻ്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട്. ആൻ്റോണിയോക്ക് ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു, ബസ്സാനിയോ. അദ്ദേഹത്തിൻ്റെ പേര് ബസ്സാനിയോ എന്നായിരുന്നു. ഹി വാസ് എ നോബിൾ വെനീഷ്യൻ. അദ്ദേഹം മാന്യനായ ഒരു വെനീസുകാരനായിരുന്നു. ഹി വാസ് നോട്ട് വെരി റിച്ച്. അവൻ വലിയ ധനികനൊന്നുമായിരുന്നില്ല. ഹി ഹാഡ് ലിവ്ഡ് എ ലക്സൂറിയസ് ലൈഫ്. അദ്ദേഹം ആഡംബരം നിറഞ്ഞ ജീവിതം നയിച്ചു. ആൻഡ് സ്ക്വാണ്ടേർഡ്. ദൂർത്തടിച്ചു. ഓൾ ദ ലിറ്റിൽ മണി ഹി ഹാഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ചെറിയ പൈസയും. വെനെവർ ഹി വാണ്ടഡ് മണി. അദ്ദേഹത്തിന് പൈസ ആവശ്യമുള്ളപ്പോഴെല്ലാം ആൻ്റോണിയോ ഹെൽപ്ഡ് ഹിം. ആൻ്റോണിയോ അയാളെ സഹായിച്ചു. ഇറ്റ് സീംഡ് ദേ ഹാഡ് ബട്ട് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ ഒരു ഹൃദയവും ഒരു പേഴ്സും മാത്രമുള്ളതുപോലെ തോന്നിപ്പിച്ചു. ബസ്സാനിയോ ലവ്ഡ് എ ഗേൾ നെയ്മഡ് പോഷ്യ, എ വെരി wealthy lady living in Belmont. Her father died some time ago and she was the only heiress to a large estate. Portia too loved Bassanio.
Now he thought of improving his fortune by marrying her. One day Bassanio came to Antonio and told him about his love for Portia and that he must go very soon to Belmont as a suitor to Portia. But he did not have any money even to dress himself suitably as the lover of so rich an heiress. So he asked Antonio to help him. Bassanio wanted his friend to lend him 3,000 ducats, but it so happened that Antonio had spent all his money on his ships and so had no money with him. But he expected some of his ships to come home soon, laden with merchandise. Hence, he decided to borrow the amount from Shylock, who was a money lender. ബസാനിയോ ലവ്ഡ് എ ഗേൾ. ബസാനിയോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. നെയ്മഡ് പോഷ്യ എന്ന് പേരുള്ള. എ വെരി വെൽത്തി ലേഡി ലിവിങ് ഇൻ ബെൽമണ്ട്. ബെൽമണ്ടിൽ ജീവിക്കുന്ന വളരെ ധനികയായ ഒരു സ്ത്രീ. ഹർ ഫാദർ ഡൈഡ് സം ടൈം എഗോ. അവളുടെ അച്ഛൻ കുറച്ച് മുമ്പ് മരിച്ചു. ആൻഡ് ഷി വാസ് ദ ഓൺലി ഹെയറസ് ടു എ ലാർജ് എസ്റ്റേറ്റ്. ഒരു വലിയ ഭൂസ്വത്തിൻ്റെ ഏക അവകാശിനിയായിരുന്നു അവൾ. പോഷ്യ ടു ലവ്. പോഷ്യയും സ്നേഹിച്ചു ബസാനിയോയെ. നൗ ഹി തോട്ട്. ഇപ്പോൾ അവൻ ചിന്തിച്ചു. ഓഫ് ഇംപ്രൂവിങ്. മികച്ചതാക്കുന്നതിനെക്കുറിച്ച്. ഹീസ് ഫോർച്യൂൺ. അവൻ്റെ സൗഭാഗ്യം. ബൈ മേരിയിങ് ഹെർ. അവളെ വിവാഹം കഴിച്ചുകൊണ്ട്. വൺ ഡേ ബസാനിയോ കെയിം ടു ആൻറ്റോണിയോ. ഒരു ദിവസം ബസാനിയോ ആൻറ്റോണിയോയുടെ അടുത്തേക്ക് വന്നു. ആൻഡ് ടോൾഡ് ഹിം. അവനോട് പറഞ്ഞു. അബൌട്ട് ഹീസ് ലവ്. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഫോർ പോഷ്യയോടുള്ള. ആൻഡ് ദാറ്റ് ഹി മസ്റ്റ് ഗോ വെരി സൂൺ. അവൻ പെട്ടെന്ന് പോകണമെന്നും. ടു ബെൽമണ്ടിലേക്ക്. ആസ് എ സ്യൂട്ടർ ടു പോഷ്യയോട് വിവാഹം അഭ്യർത്ഥിക്കുന്നവനായി. ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് എനി മണി. പക്ഷേ അവൻ്റെ അടുക്കൽ പൈസയില്ല. ഈവൻ ടു ഡ്രസ്സ് ചെയ്യാൻ പോലും. ഹിംസെൽഫ് സ്യൂട്ടബിളി ആസ് ദ ലവർ ഓഫ് സോ റിച്ച് ആൻഡ് ഹെയറസ്. അത്രക്കും വലിയ ഭൂസ്വത്തിൻ്റെ അവകാശിനിയായ കാമുകിക്ക് അനുയോജ്യമായ രീതിയിൽ. സോ ഹി ആസ്ക്ഡ് ആൻറ്റോണിയോ. അതുകൊണ്ട് അവൻ ആൻറ്റോണിയോനോട് ചോദിച്ചു. ടു ഹെൽപ്പ് ഹിം. അവനെ സഹായിക്കാൻ. ബസാനിയോ വാണ്ടഡ് ഹീസ് ഫ്രണ്ട് ടു ലെൻഡ് ഹിം. ബസാനിയോ അവൻ്റെ സുഹൃത്ത് അവനിക്ക് കടം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 3,000 ഡ്യൂക്കറ്റ്സ്. 3000 ഡ്യൂക്കറ്റ്സ്. ആ രാജ്യത്തെ പൈസയാണത്. ബട്ട് ഇറ്റ് സോ ഹാപ്പൺ ദാറ്റ് ആൻറ്റോണിയോ ഹാഡ് സ്പെൻഡ് ഓൾ ഹീസ് മണി ഓൺ ഹീസ് ഷിപ്സ്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചിരുന്നു. അതായത് ആൻറ്റോണിയോ തൻ്റെ മുഴുവൻ പൈസയും കപ്പലുകളുടെ മേൽ ചിലവഴിച്ചിരുന്നു. ആൻഡ് സോ ഹാഡ് നോ മണി വിത്ത് ഹിം. അവൻ്റെ അടുക്കൽ പൈസയില്ലായിരുന്നു. പക്ഷേ ഹി എക്സ്പെക്റ്റഡ്. അവൻ പ്രതീക്ഷിച്ചു. സം ഓഫ് ഹീസ് ഷിപ്സ്. അവൻ്റെ ചില കപ്പലുകൾ. ടു കം ഹോം സൂൺ. പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. ലെയ്ഡൻ വിത്ത് മെർച്ചൻഡൈസ്. കച്ചവടച്ചരക്കുകൾ കയറ്റിക്കൊണ്ട്. ഹെൻസ് ആയതുകൊണ്ട്. ഹി ഡിസൈഡഡ്. അവൻ തീരുമാനിച്ചു. ടു ബോറോ. കടം വാങ്ങാൻ. ദ എമൗണ്ട്. ആ തുക. ഫ്രം ഷൈലോക്കിൽ നിന്നും. ഹു വാസ് എ മണി ലെൻഡർ. അയാൾ ഒരു മണി ലെൻഡറായിരുന്നു. മണി ലെൻഡർ എന്നാൽ പൈസ കടം കൊടുക്കുന്ന ആൾ. ഷൈലോക്ക് ഹാഡ് ബിക്കം വെരി റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് ടു മെർച്ചൻസ്. ഹി വാസ് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹീസ് കസ്റ്റമേഴ്സ്. So he was much disliked by all good men. Antonio also disliked Shylock for being so ambitious and greedy for money. He used to lend money to the needy people without taking any interest. Therefore, there was great enmity between the greedy Shylock and Antonio. Antonio and Bassanio went to Shylock. Antonio asked the Jew to lend him 3,000 ducats at any interest. He would pay it back as soon as his ships returned from the sea. Shylock thought deeply. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. Shylock had become very rich. Shylock വലിയ ധനികനായി തീർന്നിട്ടുണ്ടായിരുന്നു. ബൈ ലെൻഡിങ് മണി. പൈസ കടം കൊടുത്തുകൊണ്ട്. അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ്.
വലിയ പലിശക്ക്, ടു മെർച്ചൻസ് കച്ചവടക്കാർക്ക്. ഹി വാസ് എ ഹാർഡ് ഹാർട്ടഡ് മാൻ, അയാളൊരു കഠിന ഹൃദയനായിരുന്നു. ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹീസ് കസ്റ്റമേഴ്സ്, തൻ്റെ ഉപഭോക്താക്കളോട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഹി വാസ് മച്ച് ഡിസ്ലൈക്ഡ് ബൈ ഓൾ ഗുഡ് മാൻ, അദ്ദേഹം എല്ലാ നല്ല മനുഷ്യരാലും വെറുക്കപ്പെട്ടു. ആൻ്റോണിയോ ഓൾസോ ഡിസ്ലൈക്ഡ്, ആൻ്റോണിയോയും വെറുത്തു ഷൈലോക്കിനെ ഫോർ ബീയിങ് സോ അംബീഷ്യസ് ആൻഡ് ഗ്രീഡി ഫോർ മണി, പൈസയ്ക്ക് വേണ്ടി അത്രക്കും അതിമോഹമുള്ളവനും ആർത്തിയുള്ളവനുമായതിന്. ഹീ യൂസ്ഡ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ, അദ്ദേഹം ആവശ്യക്കാർക്ക് പൈസ കടം കൊടുക്കൽ പതിവായിരുന്നു. വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്, ഒരു പലിശയും സ്വീകരിക്കാതെ. ദർഫോർ അതുകൊണ്ട് തന്നെ ദർ വാസ് ഗ്രേറ്റ് എൻമിറ്റി ബിറ്റ്വീൻ ദ ഗ്രീഡി ഷൈലോക്ക് ആൻഡ് അൻ്റോണിയോ, ആർത്തിയുള്ള ഷൈലോക്കിൻ്റെയും അൻ്റോണിയോയുടെയും ഇടയിൽ വലിയ ശത്രുതയുണ്ടായിരുന്നു. ആൻ്റോണിയോ ആൻഡ് ബസാനിയോ വെൻ ടു ഷൈലോക്ക്, അൻ്റോണിയോയും ബസാനിയോയും ഷൈലോക്കിൻ്റെ അടുത്തേക്ക് പോയി. ആൻ്റോണിയോ ആസ്ക്ഡ് ദ ജ്യൂ, ആ ജൂതനോട് അൻ്റോണിയോ ചോദിച്ചു, ടു ലെൻഡ് ഹിം, അവനിക്ക് കടം കൊടുക്കാൻ 3000 ഡ്യൂക്കഡ്സ്, 3000 ഡ്യൂക്കഡ്സ്, അറ്റ് എനി ഇൻട്രസ്റ്റ്, ഏത് പലിശക്കും. ഹി വുഡ് പേ ഇറ്റ് ബാക്ക്, അവനത് തിരിച്ചു നൽകും. അസ് സൂൺ ആസ് ഹീസ് ഷിപ്സ് റിട്ടേൺ ഫ്രം ദ സീ, കടലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ മടങ്ങിയെത്തിയ ഉടനെ. ഷൈലോക്ക് തോട്ട് ഡീപ്ലി, ഷൈലോക്ക് വളരെ ആഴത്തിൽ ചിന്തിച്ചു. ഹി ടൂക്ക് ദീസ് ആസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇതയാൾ ഒരു സുവർണാവസരമായി എടുത്തു. ടു ടേക്ക് റിവെഞ്ച്, പ്രതികാരം ചെയ്യാൻ. ഓൺ ദ വെനീഷ്യൻ, വെനീസുകാരൻ്റെ മേൽ. ഹു ഹാഡ് ഇൻസൾട്ടഡ് ഹിം മെനി ടൈംസ്, അയാളെ ഒരുപാട് പ്രാവശ്യം പരിഹസിച്ച വെനീസുകാരൻ്റെ മേൽ. യെസ്, ഐ വിൽ ലെൻഡ് യു ദ മണി ആൻഡ് ഐ വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ്, said the greedy money lender. Antonio was surprised at this kind offer. Shylock still pretended to be generous. He again said he would lend him the 3000 ducats and take no interest for his money if repaid in time. His only condition was that Antonio should go with him to a lawyer and sign a bond in Mary's port, stating that if he did not repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. No, cried Bassanio, you shall run no such risk for me. But Antonio insisted that he would sign it, for he was sure that his ships would return with money before the day of payment. Antonio signed the bond and got the money, which he handed over to Bassanio, who immediately set off to Belmont with a splendid train to possess Portia as his partner of life. Yes, അതെ, I will lend you the money, ഞാൻ നിനക്ക് പൈസ കടം തരാം. And I will take no interest, ഞാൻ പലിശ സ്വീകരിക്കില്ല. said the greedy money lender, ആർത്തിയുള്ള മണി ലെൻഡർ പറഞ്ഞു. ആൻ്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫർ, ഈ ദയ നിറഞ്ഞ ഓഫറിൽ ആൻ്റോണിയോ അത്ഭുതപ്പെട്ടു. ഷൈലോക്ക് സ്റ്റിൽ പ്രിറ്റൻഡഡ് ടു ബി ജനറസ്, ഷൈലോക്ക് അപ്പോഴും ഉദാരവാനാണെന്ന് അഭിനയിച്ചു. ഹി അഗെയിൻ സെഡ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹി വുഡ് ലെൻഡ് ഹിം ദ 3000 ഡ്യൂക്കഡ്സ്, അദ്ദേഹം 3000 ഡ്യൂക്കഡ്സ് കടം തരുമെന്ന്. ആൻഡ് ടേക്ക് നോ ഇൻട്രസ്റ്റ് ഫോർ ഹീസ് മണി ഇഫ് റീപെയ്ഡ് ഇൻ ടൈം, കൃത്യസമയത്ത് തിരിച്ചടക്കുകയാണെങ്കിൽ പലിശ വാങ്ങില്ല എന്നും. ഹിസ് ഓൺലി കണ്ടീഷൻ, അയാളുടെ ഏക നിബന്ധന വാസായിരുന്നു ദാറ്റ് ആൻ്റോണിയോ ഷുഡ് ഗോ വിത്ത് ഹിം ടു എ ലോയർ, ആൻ്റോണിയോ അയാളുടെ കൂടെ ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് പോകണം. ആൻഡ് സൈൻ എ ബോണ്ട്, ഒരു കരാർ ഒപ്പിടണം. ഇൻ മെറീസ് പോർട്ട്, കളിയായിട്ട് തമാശയായിട്ട്. സ്റ്റേറ്റിംഗ് ദാറ്റ്, പറഞ്ഞുകൊണ്ട്, ഇഫ് ഹി ഡിഡ് നോട്ട് റീപേ ദ മണി ഇൻ ടൈം, കൃത്യസമയത്ത് പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ, ഹി വുഡ് ഫോർഫീറ്റ് എ പൗണ്ട് ഓഫ് ഫ്ലഷ്, 1 പൗണ്ട് മാംസം പിഴ ചുമത്തപ്പെടുമെന്ന്. ടു ബി കട്ട് ഓഫ് ഫ്രം എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും മുറിക്കാൻ പറ്റുന്ന 1 പൗണ്ട് മാംസം. നോ, ക്രൈഡ് ബസാനിയോ, അരുത്, ബസാനിയോ കരഞ്ഞു പറഞ്ഞു. യു ഷാൾ റൺ നോ സച്ച് റിസ്ക് ഫോർ മീ, നിങ്ങൾ എനിക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു റിസ്ക് ചെയ്യരുത്. ബട്ട് ആൻ്റോണിയോ ഇൻസിസ്റ്റഡ്, പക്ഷേ ആൻ്റോണിയോ നിർബന്ധം പിടിച്ചു. ദാറ്റ് ഹി വുഡ് സൈൻ ഇറ്റ്,
അതായത് അയാൾ അതിൽ ഒപ്പുവെക്കുമെന്ന്. ഫോർ കാരണം ഹി വാസ് ഷുവർ അയാൾക്ക് ഉറപ്പായിരുന്നു ദാറ്റ് ഹീസ് ഷിപ്സ് അയാളുടെ കപ്പലുകൾ വുഡ് റിട്ടേൺ തിരിച്ചു വരുമെന്ന് വിത്ത് മണി പൈസയുമായി ബിഫോർ ദ ഡേ ഓഫ് പേയ്മെൻറ്റിൻ്റെ ദിവസത്തിന് മുമ്പായിട്ട്. ആൻ്റോണിയോ സൈൻ ദ ബോണ്ട് ആൻ്റോണിയോ ആ കരാർ ഒപ്പുവെച്ചു. ആൻഡ് ഗോട്ട് ദ മണി എന്നിട്ട് പൈസ വാങ്ങി. വിച്ച് ഹി ഹാൻഡഡ് ഓവർ അതയാൾ കൈമാറി ടു ബസാനിയോക്ക് ഹൂ ഇമ്മീഡിയറ്റ്ലി സെറ്റ് ഓഫ് അയാൾ പെട്ടെന്ന് പോയി ടു ബെൽമണ്ടിലേക്ക് വിത്ത് എ സ്പ്ലൻഡിഡ് ട്രെയിൻ പകിട്ടേറിയ ഒരു ട്രെയിനുമായി ടു പൊസസ് സ്വന്തമാക്കാൻ പോഷ്യയെ അസ് ഹീസ് പാർട്ട്ണർ ഓഫ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായിട്ട്. വെൻ ബസാനിയോ അറൈവ്ഡ് ഇൻ ബെൽമണ്ട് പോഷ്യ വാസ് വെരി മച്ച് worried whether he might be successful in the challenge raised by her father before his death. In order to save his daughter from fortune hunters, he had arranged 3 caskets, gold, silver and leaden, for her suitors to try. The person who chose the right casket in which her picture was deposited could win her. Bassanio did not choose either the gold or the silver casket. He said that things that glittered outside were often ugly inside. He then chose the leaden casket on which it was written, "Whoever chooses me must risk all that he has." It was a moment of joy for everyone because there was the lovely picture of Portia in it. Thus Bassanio proved successful in his suit and Portia consented to marry him. Before the marriage, Bassanio confessed to Portia that he was not very rich. His high birth and noble ancestry was all that he could be proud of. Now when her turn came, Portia prettily said that she was an unschooled girl. She loved him for his good qualities. She had enough riches. I give them to you with this ring. Saying so, she presented a ring to Bassanio. When Bassanio arrived in Belmont, Bassanio ബെൽമണ്ടിൽ എത്തിയപ്പോൾ പോഷ്യ വാസ് വെരി മച്ച് വറീഡ്. പോഷ്യ വളരെയധികം വ്യാകുലപ്പെട്ടു. വെദർ ഹി മൈറ്റ് ബി സക്സസ്ഫുൾ അദ്ദേഹം വിജയിയാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇൻ ദ ചാലഞ്ച് വെല്ലുവിളിയിൽ റൈസ്ഡ് ബൈ ഹെർ ഫാദർ ബിഫോർ ഹീസ് ഡെത്ത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് മുമ്പ് ഉണ്ടാക്കിയ വെല്ലുവിളി. ഇൻ ഓർഡർ ടു സേവ് ഹീസ് ഡോട്ടർ അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ ഫ്രം ഫോർച്യൂൺ ഹണ്ടേഴ്സ് സമ്പത്ത് അന്വേഷിക്കുന്നവരിൽ നിന്നും. ഹി ഹാഡ് അറേഞ്ച്ഡ് 3 കാസ്കറ്റ്സ് അദ്ദേഹം 3 പെട്ടികൾ തയ്യാറാക്കിയിരുന്നു. ഗോൾഡ്, സിൽവർ ആൻഡ് ലെഡൻ ഒന്ന് സ്വർണം കൊണ്ടുള്ളതും ഒന്ന് വെള്ളി കൊണ്ടുള്ളതും ഒന്ന് ഈയം കൊണ്ടുള്ളതും. ഫോർ ഹർ സ്യൂട്ടേഴ്സ് ടു ട്രൈ അവളെ വിവാഹാഭ്യർത്ഥന നടത്തി വരുന്നവർക്ക് പരീക്ഷിക്കാൻ. ദ പേഴ്സൺ ഹൂ ചോസ് ദ റൈറ്റ് കാസ്കറ്റ് ഇൻ വിച്ച് ഹർ പിക്ചർ വാസ് ഡിപ്പോസിറ്റഡ് കുഡ് വിൻ ഹർ അവളുടെ ചിത്രം നിക്ഷേപിക്കപ്പെട്ട പെട്ടി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവളെ സ്വന്തമാക്കാം. ബസാനിയോ ഡിഡ് നോട്ട് ചൂസ് എയ്തർ ദ ഗോൾഡ് ഓർ ദ സിൽവർ കാസ്കറ്റ് ബസാനിയോ സ്വർണ്ണപ്പെട്ടിയോ വെള്ളിപ്പെട്ടിയോ തിരഞ്ഞെടുത്തില്ല. ഹി സെഡ് അവൻ പറഞ്ഞു ദാറ്റ് തിങ്സ് ദാറ്റ് ഗ്ലിറ്റേർഡ് ഔട്ട്സൈഡ് പുറത്ത് തിളങ്ങുന്ന വസ്തുക്കൾ വർ ഓഫൺ അഗ്ലി ഇൻസൈഡ് മിക്കപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഭംഗിയില്ലാത്തവയായിരിക്കും. ഹി ദെൻ അദ്ദേഹം എന്നിട്ട് ചോസ് തിരഞ്ഞെടുത്തു ദ ലെഡൻ കാസ്കറ്റ് ഈയം കൊണ്ടുള്ള പെട്ടി ഓൺ വിച്ച് ഇറ്റ് വാസ് റിട്ടൺ അതിന് മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹുവർ ചൂസസ് മീ മസ്റ്റ് റിസ്ക് ഓൾ ദാറ്റ് ഹി ഹസ് എന്നെ തിരഞ്ഞെടുക്കുന്നവൻ അവനിക്കുള്ളതെല്ലാം അപകടപ്പെടുത്തേണ്ടി വരും. ഇറ്റ് വാസ് എ മൊമെൻ്റ് ഓഫ് ജോയ് ഫോർ എവരി വൺ അത് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. ബിക്കോസ് കാരണം ദർ വാസ് ദ ലവ്ലി പിക്ചർ ഓഫ് പോഷ്യ ഇൻ ഇറ്റ് അതിൻ്റെ ഉള്ളിൽ പോഷ്യയുടെ ഭംഗിയുള്ള ചിത്രമുണ്ടായിരുന്നു. ദസ് ബസാനിയോ പ്രൂവ്ഡ് സക്സസ്ഫുൾ ഇൻ ഹീസ് സ്യൂട്ട് അങ്ങനെ ബസാനിയോ തൻ്റെ വിവാഹാഭ്യർത്ഥനയിൽ വിജയിയാണെന്ന് തെളിയിച്ചു. ആൻഡ് പോഷ്യ കൺസെൻറ്റഡ് ടു മാരി ഹിം പോഷ്യ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു. ബിഫോർ ദ മാരേജ്
വിവാഹത്തിന് മുമ്പ് ബസാനിയോ കൺഫസ്ഡ്, ബസാനിയോ സമ്മതിച്ചു ടു പോഷ്യയോട് ദാറ്റ് ഹി വാസ് നോട്ട് വെരി റിച്ച്, അതായത് അദ്ദേഹം വലിയ ധനികനല്ല എന്ന്. ഹീസ് ഹൈ ബർത്ത് ആൻഡ് നോബിൾ ആൻസസ്ട്രി വാസ് ഓൾ ദാറ്റ് ഹീ കുഡ് ബി പ്രൗഡ് ഓഫ്. അദ്ദേഹത്തിന് ആകെ അഭിമാനിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉന്നത ജനനവും അതുപോലെ കുലീനമായ അദ്ദേഹത്തിൻ്റെ വംശവുമായിരുന്നു. നൗ വെൻ ഹെർ ടേൺ കെയിം, അവളുടെ അവസരം വന്നപ്പോൾ പോഷ്യ പ്രറ്റിലി സെഡ്, പോഷ്യ വളരെ ഭംഗിയോടുകൂടി പറഞ്ഞു ദാറ്റ് ഷി വാസ് ആൻ അൺസ്കൂൾ ഗേൾ, അവൾ സ്കൂളിൽ പോവാത്ത ഒരു പെൺകുട്ടിയായിരുന്നു എന്ന്. ഷീ ലവ്ഡ് ഹിം, അവൾ അയാളെ ഇഷ്ടപ്പെട്ടു ഫോർ ഹിസ് ഗുഡ് ക്വാളിറ്റീസ്, അയാളുടെ നല്ല ഗുണങ്ങൾ കാരണമായിട്ട്. ഷീ ഹാഡ് ഇനഫ് റിച്ചസ്, അവൾക്ക് വേണ്ടത്ര സമ്പത്തുണ്ടായിരുന്നു. ഐ ഗീവ് ദം ടു യു വിത്ത് ദീസ് റിംഗ്, ഈ മോതിരത്തോടു കൂടി അവയെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സെയിങ് സോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷീ പ്രസൻറ്റഡ്, അവൾ സമ്മാനിച്ചു എ റിംഗ്, ഒരു മോതിരം ടു ബസാനിയോക്ക്. ദെൻ എ മെസ്സഞ്ചർ അറൈവ്ഡ് ദർ, ഹി വാസ് സെൻറ്റ് ബൈ അന്റോണിയോ. He had brought a letter from Antonio containing a sad news. When Bassanio read the letter, Portia found his face turn pale. She inquired what the sad news was. He replied, "Oh sweet Portia, here are a few of the most unpleasant words that have ever been written." He then told all about Antonio and about his strange bond with Shylock to help him. Bassanio read Antonio's letter. "Sweet Bassanio, my ships are all lost. My bond to the Jew is forfeited. In paying it I shall lose my life. I wish to see you at my death, but it is your pleasure." "Oh, my dear love," said Portia, "be quick. You shall have gold to pay the money 20 times over before this kind friend Antonio shall lose a hair by my Bassanio's fault." Portia then said she would be married to Bassanio before he set out, in order to give him a legal right to her money. The day of payment being passed, the cruel moneylender would not accept the money which Bassanio offered him. He insisted upon having a pound of Antonio's flesh. A day was fixed to try this strange case before the Duke of Venice, and Bassanio awaited in dreadful suspense the result of the trial. Then അന്നേരം എ മെസ്സഞ്ചർ അറൈവ്ഡ് ദർ, ഒരു സന്ദേശവാഹകൻ അവിടെ എത്തി. ഹി വാസ് സെൻറ്റ് ബൈ അന്റോണിയോ, അയാളെ അന്റോണിയോ അയച്ചതായിരുന്നു. ഹി ഹാഡ് ബ്രൗട്ട് എ ലെറ്റർ ഫ്രം അന്റോണിയോ, അയാൾ അന്റോണിയോയിൽ നിന്നും ഒരു കത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടെയ്നിങ് എ സാഡ് ന്യൂസ്, ഒരു ദുഃഖവാർത്ത ഉൾക്കൊള്ളുന്ന. വെൻ ബസാനിയോ റെഡ് ദ ലെറ്റർ, ബസാനിയോ ആ കത്ത് വായിച്ചപ്പോൾ പോഷ്യ ഫൗണ്ട് ഹീസ് ഫേസ് ടേൺ പെയിൽ, അയാളുടെ മുഖം വിളറിയതാകുന്നത് പോഷ്യ കണ്ടെത്തി. ഷീ ഇൻക്വയർഡ്, അവൾ അന്വേഷിച്ചു വാട്ട് ദ സാഡ് ന്യൂസ് വാസ്, എന്താണ് ആ ദുഃഖം നിറഞ്ഞ വാർത്ത എന്ന്. ഹി റിപ്ലൈഡ്, അയാൾ മറുപടി പറഞ്ഞു, "ഹോ സ്വീറ്റ് പോഷ്യ, പ്രിയപ്പെട്ട പോഷ്യ, ഹിയർ ആർ എ ഫ്യൂ ഓഫ് ദ മോസ്റ്റ് അൺപ്ലസൻറ്റ് വേർഡ്സ് ദാറ്റ് ഹാവ് എവർ ബീൻ റിട്ടൺ." ഇവിടെ ഇതാ ഇതുവരെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അരോചകരമായ കുറച്ച് വാക്കുകൾ. ഹി ദെൻ ടോൾഡ് ഓൾ അബൌട്ട് അന്റോണിയോ, അദ്ദേഹം എന്നിട്ട് അന്റോണിയോയെക്കുറിച്ച് എല്ലാം പറഞ്ഞു. ആൻഡ് അബൌട്ട് ഹിസ് സ്ട്രേഞ്ച് ബോണ്ട് വിത്ത് ഷൈലോക്ക് ടു ഹെൽപ്പ് ഹിം, അയാളെ സഹായിക്കാൻ അദ്ദേഹം ഷൈലോക്കുമായി നടത്തിയ അപൂർവമായ കരാറിനെക്കുറിച്ചും. ബസാനിയോ റെഡ് അന്റോണിയോസ് ലെറ്റർ, ബസാനിയോ അന്റോണിയോയുടെ കത്ത് വായിച്ചു. സ്വീറ്റ് ബസാനിയോ, പ്രിയപ്പെട്ട ബസാനിയോ, മൈ ഷിപ്സ് ആർ ഓൾ ലോസ്, എൻ്റെ കപ്പലുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. മൈ ബോണ്ട് ടു ദ ജൂ ഈസ് ഫോർഫീറ്റഡ്, ജൂതനുമായുള്ള എൻ്റെ കരാറ് പിഴ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇൻ പേയിങ് ഇറ്റ് ഐ ഷാൾ ലൂസ് മൈ ലൈഫ്, ഞാനത് പേ ചെയ്യുന്നതിലൂടെ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമാവും. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത്, എൻ്റെ മരണസമയത്ത് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ, പക്ഷേ അത് നിൻ്റെ ഇഷ്ടമാണ്. ഹോ മൈ ഡിയർ ലവ്, പ്രിയപ്പെട്ടവനെ, സെഡ് പോഷ്യ, പോഷ്യ പറഞ്ഞു,
ബി ക്യുക്ക്, വേഗത്തിലാക്കൂ. യു ഷാൾ ഹാവ് ഗോൾഡ്, നിങ്ങൾക്ക് സ്വർണമുണ്ട്. ടു പേ ചെയ്യാൻ. ദ മണി, പൈസ. 20 times ഓവർ, 20 മടങ്ങുകൾക്കപ്പുറം. ബിഫോർ ദീസ് കൈൻഡ് ഫ്രണ്ട് അന്റോണിയോ ഷാൾ ലൂസ് എ ഹെയർ, ഈ ദയ നിറഞ്ഞ അന്റോണിയോ എന്ന സുഹൃത്തിന് ഒരു രോമം പോലും നഷ്ടപ്പെടുന്നതിന് മുമ്പായി. ബൈ മൈ ബസാനിയോസ് ഫാൾട്ട്, എൻ്റെ ബസാനിയോയുടെ പിഴവ് കാരണത്താൽ. പോഷ്യ ദെൻ സെഡ്, പോഷ്യ എന്നിട്ട് പറഞ്ഞു, ഷി വുഡ് ബി മാരീഡ് ടു ബസാനിയോ, അവൾ ബസാനിയോയെ വിവാഹം കഴിക്കുമെന്ന്. ബിഫോർ ഹീ സെറ്റ് ഔട്ട്, അയാൾ യാത്രയാവുന്നതിന് മുമ്പ്. ഇൻ ഓർഡർ ടു ഗീവ് ഹിം, അദ്ദേഹത്തിനിക്ക് നൽകാൻ വേണ്ടി. എ ലീഗൽ റൈറ്റ്, നിയമപരമായ അവകാശം. ടു ഹെർ മണി, അവളുടെ സമ്പത്തിന്. ദ ഡേ ഓഫ് പേയ്മെൻറ്റ് ബീങ് പാസ്, പേ ചെയ്യാനുള്ള ദിവസം കഴിഞ്ഞതിനാൽ. ദ ക്രൂവൽ മണി ലെൻഡർ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ മണി, ക്രൂരനായ മണി ലെൻഡർ ആ പൈസ സ്വീകരിച്ചില്ല. വിച്ച് ബസാനിയോ ഓഫേർഡ് ഹിം, ബസാനിയോ അയാൾക്ക് ഓഫർ ചെയ്ത. ഹി ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്, അന്റോണിയോയുടെ ഒരു പൗണ്ട് മാംസം വേണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. എ ഡേ വാസ് ഫിക്സ്ഡ്, ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടു. ടു ട്രൈ, വിചാരണ ചെയ്യാൻ. ദീസ് സ്ട്രേഞ്ച് കേസ്, ഈ അപൂർവമായ കേസ്. ബിഫോർ ദ ഡ്യൂക്ക് ഓഫ് വെനീസ്, വെനീസിലെ പ്രഭുവിൻ്റെ മുന്നിൽ വെച്ച്. ആൻഡ് ബസാനിയോ അവൈറ്റഡ് ഇൻ ഡ്രെഡ്ഫുൾ സസ്പെൻസ്, ബസാനിയോ ഭയാനകമായ ആകാംക്ഷയിൽ കാത്തിരുന്നു. ദ റിസൾട്ട് ഓഫ് ദ ട്രയൽ, വിചാരണയുടെ റിസൾട്ട്.